CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവാരമില്ലാത്ത 418 ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകാത്തതിനെ തുടർന്നായിരുന്നു ബാർ വിഷയം കോൺഗ്രസിലും മുന്നണിയിലും ആദ്യമായി എത്തുന്നത്. പൂട്ടിയ ബാറുകൾ ഒന്നും ഇനി തുറക്കേണ്ടതില്ലെന്ന VM സുധീരൻ ആവശ്യപ്പെട്ടതോടെ വിഷയം ഒരു തർക്കമായും പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു. സുധീരന്റെ പ്രതിച്ഛായ ലക്ഷ്യം ഭയപ്പെട്ട A ഗ്രൂപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ അണിനിരക്കുന്നതാണ് പിന്നീട് കണ്ടത്. ബാറുകൾ തുറക്കാതിരിക്കുന്നതിൽ പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു A ഗ്രൂപ്പിന്റെ നിലപാട്. I ഗ്രൂപ്പിന്റെ അർത്ഥഗർഭമായ മൗനം കൂടിയായതോടെ പ്രശ്നത്തിൽ ഒരു വേള സുധീരൻ പൂർണ്ണമായി ഒറ്റപ്പെടുകയും ചെയ്തു. എന്നാൽ KPCC ജനറൽ ബോഡി നിർവാഹക സമിതി യോഗങ്ങളിലൂടെ തന്റെ നിലപാട് സുധീരൻ പാർട്ടിയുടെ പൊതുവികാരമാക്കി. മുസ്ലിം ലീഗും മാണി വിഭാഗം ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെയും പിന്തുണ സുധീരൻ ആർജിച്ചതോടെ A ഗ്രൂപ്പ് അപകടമടച്ചു. ഇതോടെയാണ് സുധീരന്റെ പ്രതിച്ഛായ തന്ത്രം മറികടക്കാൻ MM ഹസനിലൂടെ സമ്പൂർണ്ണ മദ്യനിരോധനമെന്ന മറുതന്ത്രം A ഗ്രൂപ്പ് പുറത്തെടുക്കുന്നത്. സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് എല്ലാവരും എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതിനുള്ള സുധീരന്റെ തിരിച്ചടി. തർക്കം മൂത്തതോടെ UDF യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടും നിർണായകമായി. പൂട്ടിയ ബാറുകൾ തുറക്കേണ്ടതില്ലെന്ന നയം ഘടകകക്ഷികളും I ഗ്രൂപ്പും യോഗത്തിൽ ആവർത്തിച്ചതോടെ ഒരു പടി കൂടി കടന്ന 312 ബാറുകൾ കൂടി പൂട്ടാമെന്ന അടവ് നയം ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ സ്ഥാനമാനങ്ങൾക്ക് പകരം ഒരു നയത്തിനു വേണ്ടിയുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ചരിത്രപ്രധാനമായ പ്രഖ്യാപനത്തിലേക്ക് UDF നയിക്കുകയായിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.